ഗുരുതരമായ ആരോപണങ്ങളുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന്റെ ബന്ധു കെ എ റൌഫും നേർക്കുനേർ. റൌഫ് തനിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്നുമുള്ള ആരോപണങ്ങൾക്ക് അതിശക്തമായ മറുപടിയുമായി റൌഫ് തന്നെ രംഗത്തെത്തി. ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടി ഒട്ടേറെ വഴിവിട്ട ഇടപാടുകൾ നടത്തിയതായി റൌഫ് ആരോപിച്ചു. റജീനയുടെ മൊഴി തിരുത്താനും കേസ് അട്ടിമറിക്കാനും കുഞ്ഞാലിക്കുട്ടി തന്റെ സഹായം തേടി. മൊഴി തിരുത്താൻ റജീനയ്ക്ക് ലക്ഷങ്ങൾ നൽകിയെന്നും റൌഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഐസ്ക്രീം പാർലർ കേസ് വെളിയെ വന്നപ്പോഴാണ് പുള്ളി എന്നെ ബന്ധപ്പെടുകയും ഇതുമായി പുള്ളി ഓരോ ആവശ്യങ്ങളായിട്ട് വളരെ സ്ലോലി തുടങ്ങിയ ഒരു സംഗതിയാണ്. അതന്വേഷിക്ക്, ഇതന്വേഷിക്ക്, അവിടെ പോ, ഇവിടെ പോ എന്ന് പറഞ്ഞ് തുടങ്ങി അതൊരു വലിയ ലെവലിലെത്തി. പിന്നെ പുള്ളിൻ്റെ കൂടെ ഈ കേസ് നടത്താനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നടക്കാനും ഇതിൽ വിക്ടിംസ് എന്ന് പറയുന്ന അവരുമായിട്ട് കരാറുകൾ ബന്ധപ്പെടാനും ഇതിനൊക്കെ എന്നെയാണ് പുള്ളി ഉപയോഗിച്ചത്. ഈ ഐസ്ക്രീം പാർലർ കേസ് വന്നു. പുള്ളി തുടക്കത്തിൽ ആദ്യം തന്നെ എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പുള്ളിൻ്റെ പേര് പറഞ്ഞ 2 വിക്ടിംസ് ആയിരുന്നു. ഈ 2 വിക്ടിംസിൻ്റെ അടുത്തുനിന്നും ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി വാങ്ങുക എന്നായിരുന്നു എന്നോട് ഏൽപ്പിച്ച ദൗത്യം. ഏറ്റവും കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരാൾ ഒരു 164 കൊടുത്തു കോടതിയിൽ. ആ 164 കൊടുത്തത് ആക്ച്വൽ 164 അല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു 164 കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് പോലീസിനെ സ്വാധീനിച്ച് അവരെ കൊണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുപ്പിച്ചിട്ട് ഒരു 164 വീണ്ടും റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്തതിൽ ഇദ്ദേഹത്തിനെ ഒഴിവാക്കി ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എനിക്ക് മലയാളം ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്, മലയാളം പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട്, മലയാളം അറിയാവുന്ന ഒരാളെ നാട്ടിൽ നിന്ന് പുള്ളി അയച്ചു. ഇവളെ പഠിപ്പിച്ചിട്ടാണ് കോടതിയിലേക്ക് അയച്ചത്. അതാണ് പിന്നീടുണ്ടായ നടപടി. ഇതെല്ലാം അവൾ ആക്ച്വലി അന്നത്തെ 164 പറഞ്ഞതാണ് യഥാർത്ഥ സത്യം. 2,65,000 രൂപ കൊടുത്തിട്ടാണ് ഒരു വിക്ടിമിന്റെ അടുത്തുനിന്ന് അന്ന് എഴുതി വാങ്ങിയത്. അതെ, പുള്ളി അയച്ച ഒരാളും ഞാനും കൂടിയിട്ടാണ് കൊടുത്തത്. ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഇന്ന് റജീന താമസിക്കുന്ന വീട് നിങ്ങളൊക്കെ കണ്ടു കാണും, പലവരെങ്കിലും ഫോട്ടോയിലൊക്കെ കണ്ടു കാണും. അത് ഉണ്ടാക്കി കൊടുത്തതാണ്. അത് അവളുടെ ഹസ്ബൻഡിന്റെ പേരിൽ, ഓർ സോ കോൾഡ് ഹസ്ബൻഡിന്റെ പേരിൽ, പ്രമോദിന്റെ പേരിലാണ് ഉണ്ടാക്കി കൊടുത്തത്. ഒറ്റയടിക്ക് ഇത്ര വലിയ പൈസ എന്റെ പേരിൽ വന്നു എന്നുള്ളത് പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് പ്രമോദിന്റെ പേരിലാണ് ആ വീട് ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നീട് ഇവളിങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ പേടിപ്പിക്കുമ്പോൾ കാശ് കൊടുക്കുകയായിരുന്നല്ലോ അദ്ദേഹം. ഞാൻ അറിഞ്ഞും അറിയാതെയും. രണ്ടാമത്തെ ആൾക്കും ഇതുപോലെ, എന്റെ ഓർമ്മ ശരിയാണ്, ഒരു 10-14 കൊല്ലമായല്ലോ, 3,15,000 രൂപയാണ് മറ്റേ ആൾക്ക് കൊടുത്തത്. അവൾക്കും ഇതുപോലെ ഒരു വീട് അവൾ വാങ്ങി. അടുത്ത കാലം വരെ ഞാൻ 1.5 കൊല്ലമായിട്ട് ഞാൻ അതിലില്ലല്ലോ. അതുവരെയുള്ള ഒരു അത്യാവശ്യം രേഖയൊക്കെ എന്റെ കയ്യിലുണ്ട് കൊടുത്തതായിട്ട്. വിരലുമേ എണ്ണിയാൽ അതിലധികം പെണ്ണുങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേസിൽ 5 ആളെ വന്നിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിലില്ലാത്തവർക്കും, കാരണം ഓരോരുത്തർ വന്ന് നിങ്ങൾ അവർക്ക് കൊടുത്തില്ല, ഞങ്ങൾക്ക് എന്താ തരാഞ്ഞെന്ന് പറയുമ്പോൾ എന്നാ അവർക്കും കൊടുത്തേക്ക് എന്ന് പറയും. കൊടുക്കും, പേടി കൊണ്ട്.